നമസ്കാരം പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ വാസ്തവത്തിൽ ഒരു 3-4 വീഡിയോയായി അവതരിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഒരൊറ്റ വിഷയത്തിൻ്റെ തുടർച്ചയായതിനാൽ ഇതെല്ലാം കൂടി ഒരുമിക്കുന്നു. മറുനാടൻ പ്രേക്ഷകർ ദയവായി ഇത് ക്ഷമയോടെ മുഴുവൻ കേൾക്കണം എന്നപേക്ഷിക്കുന്നു. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സൂപ്പർ DGP ആയി പ്രവർത്തിച്ച ADGP അജിത് കുമാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സസ്പെൻഷനിലാണ്. പ്രൊമോഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. നിരവധി കേസുകൾ അജിത് കുമാറിനെതിരെ വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ അജിത് കുമാർ എന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല. തനിക്ക് കിട്ടാത്തത് തൻ്റെ സഹപ്രവർത്തകർക്ക് കിട്ടരുത് എന്ന വാശിയിൽ കള്ളപ്പണികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇന്ന് നിതിൻ അഗർവാൾ റിട്ടയർ ചെയ്യുകയാണ്. നാളെ നിലവിലുള്ള ADGPമാരിൽ ഏറ്റവും സീനിയർ എന്ന നിലയിൽ അജിത് കുമാർ DGP പദവിയിലേക്ക് ഉയരേണ്ടതാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന 4 IPS ഓഫീസർമാരിൽ ഒരാളെ മാറേണ്ടതാണ്. എന്നാൽ സസ്പെൻഷൻ കിട്ടിയതുകൊണ്ട് അജിത് കുമാറിന് പദവി കിട്ടില്ല. പകരം ആ പദവി കിട്ടേണ്ടത് S. ശ്രീജിത്ത് എന്ന IPS ഓഫീസർക്കാണ്. തനിക്ക് കിട്ടാത്തത് ശ്രീജിത്തിനും കിട്ടരുത് എന്ന വാശിയിൽ അജിത് കുമാർ നടത്തിയ ചില തറക്കളികളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മൂകാംബിക ദേവിയുടെ വലിയ ഭക്തനായതുകൊണ്ട് മാത്രം കഴിഞ്ഞ കുറേ കാലമായി ചിലർ അനാവശ്യമായി വേട്ടയാടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത്. ശ്രീജിത്തിനെതിരെ നിരന്തരം പോലീസ് സേനയിലെ ചിലർ ചില കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് ലോകത്തോട് പറയാൻ കോടതികളെ പോലും ദുരുപയോഗിച്ചുകൊണ്ട് ചില കൊട്ടേഷൻ ചിലർ കൊടുക്കും. ആ കൊട്ടേഷനിൽ വീണുപോകുന്ന മാധ്യമങ്ങൾ തുടർച്ചയായി വാർത്ത കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളിലേക്ക് പോകാം. ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും നമ്മുടെ ചാനലുകളിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസാണ്. ADGP ശ്രീജിത്തിന് വലിയ തിരിച്ചടി. ശ്രീജിത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ കോടതി റദ്ദാക്കി. ശ്രീജിത്ത് പെട്ടു, ശ്രീജിത്ത് തീർന്നു, ശ്രീജിത്തിന് പ്രൊമോഷൻ കിട്ടില്ല. അങ്ങനെ വലിയ വാർത്തകളാണ്. എല്ലാവരും എല്ലാ വാർത്തയുടെയും വിശദാംശങ്ങളിലേക്ക് പോവില്ല. പരമാവധി സാധാരണ മനുഷ്യർ 1 മിനിറ്റാണ് ഒരു വാർത്ത കേൾക്കാൻ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അത് അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് വലിയ കുഴപ്പക്കാരനാണ്. അനുമതിയില്ലാതെ വിദേശത്ത് പോയി പോലീസ് യൂണിഫോമിൽ ഏതോ സ്പായുടെ ഉദ്ഘാടനം നടത്തി അഴിമതിക്കാരനാണ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായി. വാസ്തവത്തിൽ കോടതിയിൽ സംഭവിച്ചത് അങ്ങനെ പോലുമല്ല. ശ്രീജിത്തിനെ ഒരു വരി കൊണ്ട് പോലും കോടതി വിമർശിച്ചിട്ടില്ല. കോടതി വിമർശിച്ചത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും ശ്രീജിത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ആഭ്യന്തര സെക്രട്ടറിയുമായിരുന്ന ബിശ്വനാഥ് സിൻഹയാണ്. ബിശ്വനാഥ് സിൻഹ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടാണ് എന്ന ഗൗരവമില്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്ത റിപ്പോർട്ട് അത് കോടതിയെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെയാണ് വിമർശിച്ചത്, അല്ല ശ്രീജിത്തിനെ അല്ല. സാങ്കേതികമായ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ റിപ്പോർട്ടിന് പകരം നിയമപരമായി റിപ്പോർട്ട് കൊടുക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. അല്ലാതെ ശ്രീജിത്ത് നിയമവിരുദ്ധമായി വിദേശത്ത് പോയി അതുകൊണ്ട് ശ്രീജിത്തിനെ പിരിച്ചുവിടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ അജിത് കുമാർ ശ്രമിച്ചത് ശ്രീജിത്ത് കുഴപ്പക്കാരനാണെന്ന് തോന്നലുണ്ടാക്കുക, അങ്ങനെ സർക്കാരിനെ ഒരു മടിയുണ്ടാക്കുക, അങ്ങനെ ശ്രീജിത്തിൻ്റെ പ്രൊമോഷൻ തടയുക എന്നത് മാത്രമാണ്. ഈ അജിത് കുമാറിൻ്റെ കൊട്ടേഷനിൽ സംഭവിച്ചത് കൃത്യമായി മനസ്സിലാക്കുക. മോട്ടോർ വാഹന വകുപ്പിലെ ഒരു സാധാരണ AMV ആണ് ഡിബിൻ എടവന. ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്നപ്പോൾ ഒരു സ്ത്രീ പീഡന കേസിൽ പരാതി ഉണ്ടായപ്പോൾ FIR ഇട്ടപ്പോൾ ഈ ഡിബിൻ എടവനയെ സസ്പെൻഡ് ചെയ്തു. എന്ന് മാത്രമല്ല, ഈ ഡിബിൻ തൻ്റെതായ ഒരു ലോകം സൃഷ്ടിച്ച് ചട്ടവിരുദ്ധമായി പല പണികളും ചെയ്തിരുന്നു. AMV ആകാനുള്ള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഡിബിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. സർവീസിലിരിക്കവേ യൂണിഫോം ഇട്ട് അതിൻ്റെ പരസ്യം വരെ കൊടുത്ത് പണി ചെയ്തു. അതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വരെ നടന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ഡിബിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഈ ഡിബിൻ സർവീസിലിരിക്കുമ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് പരസ്യം കൊടുത്തതിൻ്റെ തെളിവാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ വിജിലൻസ് റിപ്പോർട്ട് കാണുക, അതുപോലെ തന്നെ FIR കാണുക. ഇതിനെതിരെ ഒരു സ്ത്രീയുടെ പരാതിയിൽ പോലീസ് FIR ഇട്ടു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സസ്പെൻഡ് ചെയ്തതിൻ്റെ വാശി. ഇങ്ങനെ സസ്പെൻഷൻ വന്നപ്പോൾ CPMലെ നേതാക്കൾക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഡിബിന് വേണ്ടി വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് സ്പീക്കറായിരുന്ന ഷംസീർ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. കാരണം ഷംസീറുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു ഡിബിന്. പക്ഷെ അത് ഗവനിക്കാതെ സസ്പെൻഷനും അന്വേഷണവും തുടർന്നു. ഇതാണ് ഡിബിൻ എടവനയ്ക്ക് ശ്രീജിത്തിനോടുള്ള ശത്രുത. ഈ ഡിബിൻ എടവനെയാണ് അജിത് കുമാർ പിടിക്കുന്നത്. അജിത് കുമാറിൻ്റെ പിന്തുണയോടെ ഡിബിൻ എടവന ശ്രീജിത്തിനെതിരെ പോരിനിറങ്ങുകയാണ്. ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, കേരള പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ എക്കാലത്തും അവരുടെ ഒരു പ്രൊമോഷന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്താറുണ്ട്. കാരണം കുറേ പേർ ഒരുമിച്ച് ഒരു ബാച്ചുകാർ വരും, എല്ലാവർക്കും പദവി കിട്ടില്ല. 4 പേർക്ക് DGP പദവി കിട്ടും. അതുകൊണ്ട് പരമാവധി ആളുകൾ വെട്ടിവീഴ്ത്തിയാൽ മാത്രമേ ഇവർക്ക് കിട്ടൂ. അതുകൊണ്ട് തനിക്ക് പൊട്ടൻഷ്യലി ഭീഷണിയാകുന്നവരെയൊക്കെ വെട്ടിവീഴ്ത്തുന്നത് പോലീസ് ഓഫീസർമാരുടെ രീതിയാണ്. മാധ്യമ പ്രവർത്തകരെയൊക്കെ ഇവർ ഉപയോഗിക്കാറുണ്ട്. സാങ്കേതികമായി വാർത്ത ഉണ്ടാക്കി കൊടുക്കും, ആ വാർത്ത മാധ്യമങ്ങൾ കൊടുക്കും, ഇത് വിനയായി മാറും. അങ്ങനെ അജിത് കുമാർ കഴിഞ്ഞ കുറേ കാലമായി ഈ ഡിബിനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീജിത്തിനെതിരെ ഒളിപ്പോര് നടത്തുകയാണ്. സർവീസിലുള്ള AMV ഒരു മുതിർന്ന പോലീസ് ഓഫീസർക്കെതിരെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ കാണുക. നീ ആണാണെങ്കിൽ എന്നെ ഒന്ന് തൊട്ടു നോക്ക്, നീ എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തെറിഞ്ഞു, ഡാ ചെക്ക ഞാനും കൊണ്ട് വരുന്നുണ്ട് നിന്റെ മാളത്തിലേക്ക് ഈ ഞായറാഴ്ച, നിനക്കുള്ള 3 ലക്ഷം റെഡി ആയിട്ടുണ്ട്, വൈകുന്നേരം തമ്മാനൂരിലെ അരിസ്റ്റോ ജംഗ്ഷനിൽ PK റെസിഡൻസ് നമ്പർ റൂം ഞാനുണ്ടാവും,
തിങ്കളാഴ്ച രാത്രി 8 കണ്ണൂരിലേക്ക് തിരിച്ച് ട്രെയിൻ കയറും. നീ ഇതുവരെ ജയിച്ചു, ഞാൻ 3 ലക്ഷം നിനക്ക് കൈക്കൂലി തന്നെ എനിക്ക് കണ്ണൂർ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കുറിപ്പ്, CPM സംസ്ഥാന കമ്മിറ്റി മെമ്പർ AS നമ്പീശൻ, വടക്കാഞ്ചേരി MLA, കുന്നംകുളം MLA ശ്രീ നമ്പീശനോട് നീ കളിച്ചു ജയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ നീ സ്വാധീനത്തിലാക്കിയിട്ടുണ്ട്. നീ കോഴിക്കോട്ടെ AMVമാരെ വ്യാജ കോഴിക്കോട് വിജിലൻസ് DSP ആയിരുന്ന ശ്രീ പ്രിൻസ് എബ്രഹാം നീ നിർബന്ധിച്ചു. തൊണ്ടയാട് ബൈപ്പാസ് പാലത്ത് വെച്ച് നീ പ്രിൻസ് ബാബുമായി കൂടാതെ നടത്തി. 3 AMമാരുടെ കാര്യം അന്വേഷിക്കാൻ നിന്നെ സംബന്ധിച്ച AMV അസോസിയേഷൻ പ്രസിഡന്റ് നീ വിജിലൻസ് കേസിൽപ്പെടുത്തി. നിനക്ക് ബെറിൽ നിന്ന് സുന്ദരനായ പച്ചപ്പാവമായ ചെക്കൻ അറിയാമോ? അങ്ങനെ എത്രയാളെ നീ വ്യാജയ്ക്ക് നിന്റെ അടിമകളെ പോലീസ് സേന. നീ നേരിട്ട് സംസാരിക്കാൻ വാ, ഒരു തുറന്ന സംവാദം. ആണാണെങ്കിൽ നീ വാടാ ചെക്ക. ഇത്തരത്തിൽ വെല്ലുവിളി നടത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥനാണ് ഈ പോരാട്ടത്തിന്റെ ഭാഗമായി. ഈ ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്തിനെതിരെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി കൊടുക്കുന്നത്. ഈ ഹർജിയിൽ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ശ്രീജിത്ത് ഒരു സ്പായുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ദുബായിൽ പോയി. അതൊരു സ്വകാര്യ സ്പായാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. അവിടെ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അനുമതിയില്ലാതാണ് വിദേശത്ത് പോയത്. പിന്നെ എക്കാലത്തും പറയുന്ന അതിൽ കുറേ അഴിമതി കാരണങ്ങളുമുണ്ട്. ഇതിൽ കോടതി എടുത്തത് അനുമതിയില്ലാതെ വിദേശത്ത് പോയി എന്ന വിഷയമാണ്. വാർത്തകൾ വരുന്ന അങ്ങനെയാണ്. ആദ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് 10/08/2023 സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവനുസരിച്ച് വിദേശത്ത് പോകാൻ അനുമതിയുടെ ആവശ്യമില്ല, വിദേശം ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്താൽ മതി. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ 17/10/2000 ഓഫീസ് മെമ്മോറാണ്ടം പ്രകാരം അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ അർഹതപ്പെട്ട അവധിയിൽ യാതൊരുവിധ സ്പോൺസർഷിപ്പും ഇല്ലാത്തതും ഔദ്യോഗിക യാത്രയുമായി ബന്ധപ്പെട്ടതല്ലാത്തതുമായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വിദേശയാത്രയെ ബന്ധപ്പെട്ട കേഡർ നിയന്ത്രണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലാതെ യാത്ര നടത്താമെന്ന് വ്യക്തമായിട്ടുണ്ട്. അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ അത്തരം യാത്രയുമായി ബന്ധപ്പെട്ട് അവധി ബന്ധപ്പെട്ട സംസ്ഥാന കേന്ദ്ര സർക്കാർ അനുവദിച്ച് നൽകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അഖിലേന്ത്യാ സർവീസ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വിദേശയാത്രകൾക്കും അനുവദിക്കുന്ന അവധിയുടെ നടപടികൾ ഏകീകരിക്കുക താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ കർശനമായി പാലിക്കണം. അതായത് അനുമതിയില്ല, വിവരം അറിയിച്ചിരിക്കണം, അവധിയെടുക്കണം. ഈ ഉത്തരവാണ് എനിക്ക് അറിയേണ്ടത്. എന്നിട്ടും ഇത്തരം നൂലാമാലകൾ തനിക്കെതിരെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ശ്രീജിത്ത് അനുമതിക്ക് അപേക്ഷ കൊടുത്തു. അനുമതി കിട്ടിയെന്നതാണ്. 2 അനുമതികൾ കാണുക. 29/01/2026 ഫെബ്രുവരിയിലാണ് വിദേശയാത്ര നടത്തിയത്. ജനുവരി 29 പോലീസ് ചീഫിന് അയച്ചിരിക്കുന്ന കത്ത്, ഐ ആം ടു ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ദ റെഫറൻസ് സൈറ്റഡ് ആൻഡ് ഇൻഫോം യു ദാറ്റ് ഇന്റിമേഷൻ റെസ്പെക്ട് ഓഫ് ശ്രീ ശ്രീജിത്ത് IPS അഡീഷണൽ ഡയറക്ടർ ജനറൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വിസിറ്റ് ദുബായ് അവൈലിംഗ് കാഷ്വൽ ലീവ് 02/2023 01/2000 വരെ ബെനിഫിറ്റ് ഹോൾഡേഴ്സ് ഓൺ 01 ഇസ് നോട്ടഡ്. അതായത് കാഷ്വൽ ലീവിൽ അവധിക്ക് പോയി എന്നതിൻ്റെ കത്താണ്. പ്രൊസീഡിംഗ്സ് ഓഫ് ദി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഒരു കത്ത് കാണുക. പെർമിഷനെ കൊടുത്ത ശ്രീജിത്തിൻ്റെ അപേക്ഷ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻ പെർസുവൻസ് ഓഫ് ദി റിക്വസ്റ്റ് റീഡ് അബൌവ് ശ്രീജിത്ത് ADGP ബറ്റാലിയൻ IB സൈബർ ഓപ്പറേഷൻ ഈസ് ഗ്രാൻഡഡ് 1 BH and 2 days കാഷ്വൽ ലീവ് ഫ്രം 01/2023 01/2000 and permitted to leave the headquarters for personal visit to Dubai during the days. The proceedings granting കാഷ്വൽ ലീവ് നോക്കുക. അനുമതി DGP കൊടുത്തിട്ടുണ്ട്, ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനുമതി ഇല്ലാതെ പോയി എന്നതാണ് കേസ്. ഈ കേസിൻ്റെ മൂല കാരണം അതാണ്. കൃത്യമായി അനുമതി കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 രേഖകളാണിത്. ഒന്ന്, അനുമതിയുടെ ആവശ്യമില്ല, പക്ഷേ അനുമതി കൊടുത്തു, അപേക്ഷ കൊടുത്തു, അനുമതി കിട്ടി. പക്ഷെ അനുമതി ഇല്ലാതെ പോയി എന്നൊരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നു. അന്വേഷിക്കാൻ കോടതി പറയുന്നു. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ തീർച്ചയായും ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം അന്വേഷിക്കാൻ നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതായത് ഹോം സെക്രട്ടറി, പരാതിക്കാരനെയും പ്രതിയെയും, അതായത് ശ്രീജിത്തിനെയും പരാതിക്കാരൻ DPനെയും ജോയിന്റ് ഹിയറിങ്ങിനാണ് വിളിച്ചത്. അത് ശരിയല്ല. അങ്ങനെ വിളിക്കരുത്, നിയമമൊന്നുമില്ല. ജോയിന്റ് ഹിയറിംഗ് വിളിച്ചത് ശരിയല്ല. ജോയിന്റ് ഹിയറിംഗിന് വിളിച്ചു എന്നതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. ജോയിന്റ് ഹിയറിംഗിന് വിളിക്കാൻ പാടില്ല, 2 പേരും 2 കാണണം. പക്ഷേ നിയമത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് ഇയാൾ പോയില്ല, അതുകൊണ്ട് ഇയാളുടെ മൊഴിയെടുത്തില്ല. അതുകൊണ്ട് ഏകപക്ഷീയമായി തെളിവുകൾ വെച്ച് ഈ അന്വേഷണ സംഘം റിപ്പോർട്ട് കൊടുത്തു. അത് ശരിയല്ല, കോടതി പറഞ്ഞത് അത് ശരിയല്ല, അയാളുടെ ഭാഗം കൂടി കേൾക്കണം. ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇനി 2ാമത്തെ പരാതി ഏതാണ്? ഇയാൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഇതിൽ പങ്കെടുത്തെന്നാണ്. വെറുതെ ഒരു ഊഹാപോഹമാണ്. എവിടെയാണ് യൂണിഫോം ഇട്ടത്? യൂണിഫോം ഇട്ടുകൊണ്ടല്ല. ശ്രീജിത്ത് ഉദ്ഘാടനം നടത്തുന്ന വീഡിയോ ദൃശ്യം ഞാൻ കാണിക്കാം. ഇതിലെവിടെയാണ് യൂണിഫോം? യൂണിഫോം ഇല്ലാതെയാണ് ഈ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. ഇനി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കരുത് നിയമമുണ്ടോ? ഇല്ല. അനുമതിയുണ്ട്. അവിടെ പോയി ഒരു ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തി. ആയുർവേദ ആശുപത്രി ലൈസൻസ് ഉള്ളതാണ്. ശ്രീജിത്ത് ഒരിക്കൽ ദുബായിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് കാൽക്കോട് തെറ്റിയപ്പോൾ ഈ ആശുപത്രിക്കാരാണ് ശരിയാക്കി കൊടുത്തത്. അതുകൊണ്ട് അവർ ഒരു ചടങ്ങിന് വിളിച്ചപ്പോൾ പോയി ഉദ്ഘാടനം നടത്തി. അത് നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. യൂണിഫോം ഇട്ടിട്ടില്ല. പക്ഷെ യൂണിഫോം ഇട്ടു എന്ന് കള്ളക്കഥ പറയുന്നു. യൂണിഫോം ഇടാതാണ് നടത്തിയത് എന്ന് മാത്രമല്ല, ഈ ആയുർവേദ ആശുപത്രി ഒരു സ്പായാണ് എന്നത് ചില വാർത്ത കൊടുക്കുന്നു ഈ പരാതിക്കാരെ തുടർന്ന്. ഈ വാർത്തയുടെ പേരിൽ ഈ ആയുർവേദ ആശുപത്രി ജോലി ചെയ്ത 7 സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസിൽ. FIR ഉണ്ട്. കാരണം അവരിൽ ഒരാൾ വിവാഹം മുടങ്ങി. സ്പാ എന്ന് പറഞ്ഞാൽ ഇവിടെ റെയ്ഡ് നടക്കുന്ന സമയമാണ്. സ്പായിൽ അവിഹിതം നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് ദുബായിൽ ഒരു സ്പാ നടത്തുന്നു. ആ സ്പായിൽ ഉദ്ഘാടനത്തിന് DGP പോകുന്നു.
ആ സ്പായിൽ ജീവനക്കാരെന്ന നിലയിൽ പെൺകുട്ടികളുടെ ചിത്രം കാണിക്കുന്നു. ഇതുകൊണ്ട് അവരുടെ കേസുണ്ട്. ഈ കേസ് മറച്ചു വയ്ക്കാൻ കേസിൽ പ്രതികളായവർ കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമാകുന്നു. ഒരു തരത്തിലും മെറിറ്റില്ലാത്ത, എല്ലാ അർത്ഥത്തിലും വ്യാജമായൊരു കഥ. ഈ കഥ പെരിപ്പിച്ച് കോടതിയെ കൂടി വലിച്ചടിച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിലെ സാങ്കേതിക പിഴവിന്റെ പേരിൽ ശ്രീജിത്ത് വലിയ കുഴപ്പക്കാരനാണ്, അനുമതിയില്ലാതെ വിദേശയാത്ര ചെയ്തു, ശ്രീജിത്തിന്റെ DGP പദവി കിട്ടരുത് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ തീർച്ചയായും പ്രവർത്തിക്കുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ADGP അജിത് കുമാറാണ്. അജിത് കുമാറിന് തറക്കളിയാണ്. ഈ തറക്കളയിൽ സർക്കാർ വീണുപോകരുത്. ഇതിന്റെ പേരിൽ ശ്രീജിത്തിന് അർഹമായ പ്രൊമോഷൻ നിരസിക്കരുത്. നിരന്തരമായി ഇങ്ങനെ വേട്ടയാടുന്നവർക്കെതിരെ നിയമ നടപടിയും ഉണ്ടാവണം. ഇത് നീതി നിഷേധമാണ്. കള്ളക്കഥകൾ ചമച്ച് നീതി നിഷേധം നടത്തുന്നത് അനുവദിച്ചുകൂടാ.